മുൻ എം.ഡി. മോഹൻലാൽ സമർപ്പിച്ച പുനരുദ്ധാരണ പാക്കേജ് സംബന്ധിച്ച് നടത്തിയ ചർച്ചയിലാണ് പെൻഷൻ ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിൽ നിന്ന് LIC ഒഴിവാക്കാൻ തത്വത്തിൽ ധാരണയായത്. LICക്ക് പകരം സർക്കാരും KSRTCയും സംയുക്തമായി പെൻഷൻ ഫണ്ട് രൂപീകരിക്കാനും ആലോചനയുണ്ട്. പെൻഷൻ ഫണ്ടിലേക്ക് വേണ്ടുന്ന 480 കോടി രൂപയിൽ 240 കോടി വീതം ഇരുകൂട്ടരും നിക്ഷേപിക്കും. ഇതിൽ 240 കോടി രൂപ ബജറ്റ് വിഹിതമായി കണ്ടെത്തുമ്പോൾ ശേഷിക്കുന്നത് വിവിധ മാർഗങ്ങളിലൂടെ KSRTC കണ്ടെത്തണം. നിലവിൽ KSRTCയുടെ വരുമാനത്തിന്റെ 10% പെൻഷൻ ആനുകൂല്യങ്ങൾക്കായി നീക്കിവെക്കുന്നതിൽ 90 കോടി രൂപ ബാക്കി വരുന്നത് പെൻഷൻ ഫണ്ടിലേക്ക് KSRTC നിക്ഷേപിക്കും. ഇതിനു പുറമെ ടിക്കറ്റിൽ പെൻഷൻ സെസ് ഏർപ്പെടുത്തുന്നതിലൂടെ ശേഷിക്കുന്ന 150 കോടി രൂപ കൂടി കണ്ടെത്താനാണ് KSRTCയുടെ ലക്ഷ്യം. പെൻഷൻ സെസ് ഏർപ്പെടുന്നതോടെ ഇൻഷുറൻസ് സെസ് പിൻവലിച്ചേക്കുമെന്നും സൂചനയുണ്ട്. KTDFCക്ക് KSRTC നൽകാനുള്ള 1300 കോടി രൂപ മറ്റ് ബാങ്കുകളിൽ നിന്ന് വായ്പയെടുത്ത് നൽകാനും ആലോചിക്കുന്നുണ്ട്. വിജയ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവയിൽ നിന്ന് കുറഞ്ഞ പലിശയ്ക്ക് കൂടുതൽ തവണകൾക്ക് വായ്പയെടുക്കാനാണ് തീരുമാനം. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ചർച്ചയിൽ ധനമന്ത്രിയും ഗതാഗത മന്ത്രിയും പങ്കെടുത്തു. സനൂപ് ശശിധരൻ, മീഡിയ 1, തിരുവനന്തപുരം.